വാസവന്റെ ഭീഷണിക്ക് വഴങ്ങി വിക്രത്തിന്റെ വക്കീലായിട്ടുള്ള രാമൻ മേനോൻ കേസിൽ നിന്ന് പിന്മാറി പകരം ഒരു വക്കീലിന് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ശ്രീനിവാസൻ. അങ്ങനെ കേസ് വിളിക്കുമ്പോൾ വിക്രത്തിന് വേണ്ടി ഹാജരാവാൻ വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് വിക്രത്തിനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിക്രത്തിന്റെ രക്ഷകനായിട്ട് ദർശൻ അവതരിക്കുന്നത്. ദർശന്റെ എൻട്രി അങ്ങനെ ആയിരിക്കും. അങ്ങനെ വിക്രത്തിന് വേണ്ടി വാദിക്കാൻ ദർശൻ വരെയാണ് കേട്ടോ വിക്രത്തിന്റെ വക്കീലായിട്ട്. അത് ഏറ്റവും കൂടുതലും ഞെട്ടിച്ചിരുന്നത് വേദയെ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് വിക്രത്തിന്റെ ഭാഗം ചേരുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ദർശൻ വന്നതും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. വേദയ്ക്ക് പക്ഷെ അത് പേടിയാവുകയാണ് ചെയ്യുക കേട്ടോ. കാരണം ദർശൻ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള കേസുകളൊന്നും ദർശൻ തോറ്റിട്ടില്ല. അത്രയും നല്ലൊരു വക്കീലാണ് ദർശൻ. അതുകൊണ്ട് തന്നെ ഈ കേസും ദർശൻ എങ്ങനെയെങ്കിലും ജയിക്കും എന്നൊരു പേടി വേദയുടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദർശൻ വരുന്നുണ്ട്. ദർശൻ എന്നിട്ട് കോടതിയോട് കുറച്ച് സാവകാശം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പെട്ടെന്നൊരു കേസിലേക്ക് വരേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കേസ് നല്ല രീതിക്ക് പഠിക്കാനോ കേസ് എന്താണെന്ന് മനസ്സിലാക്കാനോ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സാവകാശം തരണമെന്ന് കോടതിയോട് ദർശൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് കോടതി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതി പിരിഞ്ഞതിന് ശേഷം വേദ ദർശനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദർശനോട് ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു ദർശൻ ഇങ്ങനൊരു തീരുമാനം, എന്തിനാണ് വിക്രത്തിന്റെ കേസ് നീ ഏറ്റെടുത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. വിക്രം ചെയ്തത് തെറ്റല്ലേ, ആ തെറ്റ് ഞാൻ കണ്ടതുമാണ്, പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഇതേപോലെ തന്നെ വിക്രത്തിനെതിരെ നീ എന്തിനു മൊഴി കൊടുത്തു എന്ന് ചോദിച്ച് ഞാനൊരു വട്ടം നിന്നോട് ചോദിച്ചപ്പോൾ നീ അതിനൊരു മറുപടിയും തന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതിന് എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട് ദർശൻ, പക്ഷേ ഇതിനെന്താ ന്യായം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ തിരിച്ച് ദർശനോട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഞാനൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നന്മ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട് എന്ന് ദർശൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദർശൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ഏറ്റെടുത്ത കേസ് ഞാൻ വിജയിപ്പിക്കുകയോ തോക്കുകയോ എന്തായാലും ഞാനത് അറ്റൻഡ് ചെയ്തിരിക്കും. ആ കേസ് അവസാനിക്കുന്നത് വരെ ഞാൻ ആ കേസ് അറ്റൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ വിക്രം എൻ്റെ കക്ഷിയാണ്, അതുകൊണ്ട് തന്നെ വിക്രത്തിനെ രക്ഷിക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് ദർശൻ പോവാൻ കേട്ടോ. ആ പോകുന്ന ദർശനെ വാസവൻ്റെ ആൾക്കാരും വാസവനൊക്കെ ഭീഷണിപ്പെടുത്തുന്നെങ്കിലും ആ ഭീഷണിക്കൊന്നും ദർശൻ വഴങ്ങി കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ദർശനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ വേദ എന്തായാലും വിക്രത്തിനോട് കാരണങ്ങൾ പറയണം, എന്തുകൊണ്ടാണ് ഞാൻ വിക്രത്തിനെതിരെ തിരിഞ്ഞത്, അല്ലെങ്കിൽ വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വിക്രമെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നൽ വേദയുടെ മനസ്സിൽ വരികയാണ് കേട്ടോ. കാരണം വീട്ടിലെ എല്ലാവരും വേദയ്ക്ക് എതിരാണ്. മാഷ് ഒഴികെ ബാക്കി എല്ലാവരും വേദയ്ക്ക് എതിരാണ്. വേദയുടെ സ്വന്തം വീട്ടിലാണെച്ചാലും അതേപോലെ തന്നെയാണ്. ഇപ്പോഴത്തെ ദർശനം വേദനെ മനസ്സിലാക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വിക്രമെങ്കിലും വേദനെ മനസ്സിലാക്കണം. വിക്രത്തിനോടുള്ള ദേഷ്യത്തിന്റെ പേരിലോ വൈരാഗ്യത്തിന്റെ പേരിലോ ഒന്നും അല്ല താൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് വിക്രം മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുവന്നതിന് മുന്നേ വേദ വിക്രത്തിനെ വിളിച്ച് വിക്രത്തിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വിക്രം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിക്രം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടുള്ള ദേഷ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റെ പേരിലോ ഒന്നുമല്ല, നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾക്കെതിരെ ഞാൻ സാക്ഷി പറഞ്ഞതെന്ന് പറയുമ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലായിരുന്നു, ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അതൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല, അതിനൊരു കാരണം ഉണ്ടെന്ന് വേദ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ലേ വേദ, ഇതിനിപ്പോൾ എന്ത് കാരണങ്ങളാണെന്ന് വെച്ചാൽ എനിക്കത് അറിയണമെന്ന് താല്പര്യമില്ല. നീ കണ്ട കാര്യം നീ സത്യസന്ധമായിട്ട് പറയുന്നു, അതിന് എനിക്ക് നിന്നോട് ദേഷ്യമോ വിഷമോ ഒന്നും തോന്നിയിട്ടില്ല. നീ കണ്ട കാര്യം നീ പറയുന്നു. ഒരു താലി കൊണ്ട് ഇത്രയും റിസ്ക് എടുക്കാൻ നോക്കിയ ആൾക്ക് ഇതൊക്കെ ഒരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആ താലി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. വിക്രത്തിന് പുറത്ത് കിട്ടിക്കഴിഞ്ഞ വാസവൻ്റെ ആൾക്കാർ എന്തായാലും ഉപദ്രവിക്കും. വിക്രത്തിൻ്റെ ജീവന് തന്നെ, നിങ്ങളുടെ ജീവന് തന്നെ അത് ആപത്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ജയിലിൽ എന്തായാലും നിങ്ങൾ സുരക്ഷിതനായിരിക്കും, അവിടെ നിങ്ങളെ അപകടപ്പെടുത്താൻ ആരും ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എൻ്റെ ജീവന് ആപത്ത് വരരുതെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇത് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കണമെന്നാണ് വിക്രം ചോദിക്കുന്നത് കേട്ടോ. അതെ, ഇതിപ്പോൾ വീട്ടിലാകെ അറിയുന്ന ഒരാൾ അച്ഛൻ മാത്രമാണ്. മാഷിനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു, മാഷിൻ്റെ സമ്മതത്തോടെയും മാഷിൻ്റെ സപ്പോർട്ടോടും കൂടിയാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഓ അച്ഛനും നിൻ്റെ കൂടെ കൂടിയെന്നോ, ആയിക്കോട്ടെ,
ഞാൻ ജയിലിൽ സുരക്ഷിതനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എവിടെയും എനിക്ക് എൻ്റെ ജീവൻ ഒരുപോലെ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. അതെന്നും നീ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു തെരുവിൽ ആരുടെയെങ്കിലും കത്തിമുനയിൽ അവസാനിക്കാനുള്ളതാണ് എൻ്റെ ജീവിതം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ ജീവന് ഞാൻ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു ജീവിതമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് നിന്നോട് കടന്നു വരണ്ടെന്ന് ഞാൻ പറഞ്ഞതും എന്ന് പറയുന്നുണ്ട് കേട്ടോ. മതി വിക്രം, അത് നിർത്ത്. നിങ്ങളെ രക്ഷിക്കേണ്ടതും നിങ്ങളെ സംരക്ഷിക്കേണ്ടതും എൻ്റെ ആവശ്യമാണ്. അത് ഇനിയിപ്പോൾ ഞാൻ ഈ സിറ്റുവേഷനിൽ അത് ആരോട് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ടൊന്നുമല്ല ഞാനിത് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും SI വരുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഒരു സംസാരം? മതി, ഇനിയൊക്കെ ജയിലിൽ കിട്ടും ഇവനെ. ജയിലിൽ ജീവപര്യന്തം വിധിക്കുമ്പോൾ നിനക്ക് അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ വേദ ആകെ വിഷമിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. വേദ പറഞ്ഞത് വിക്രം ഏത് രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് വേദയ്ക്ക് അറിയില്ല കേട്ടോ. വേദ ആകെ വിഷമിച്ച് നിൽക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. വിക്രത്തിനെ എന്തായാലും സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിൽ കിട്ടിയാലും വാസവൻ്റെ ആൾക്കാരെ തീർക്കണമെന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കുന്നത്. പുറത്ത് കിട്ടിയാലും അതുപോലെ തന്നെയാണ്. പക്ഷേ വിക്രത്തിന് എന്തായാലും ജാമ്യം കിട്ടും കേട്ടോ. വിക്രത്തിൻ്റെ വക്കീലായിട്ടുള്ള ദർശൻ വിക്രത്തിന് ജാമ്യം മേടിച്ചു കൊടുക്കുന്നുണ്ട്. കേസ് പിന്നെയും അന്വേഷിക്കണം എന്നുള്ള ഉത്തരവൊക്കെ കോടതി ഇറക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് വേദന തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക. ഈ കേസിൽ വിക്രം പുറത്തിറങ്ങിയ ദേഷ്യത്തിനാണ് വാസവൻ ആൾക്കാരെ വിട്ട് വേദന തട്ടിക്കൊണ്ടു പോകുന്നതും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്